സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ. പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു. സ്റ്റെപ്സ് ആൻഡ് സ്റ്റൈൽ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, NK പ്ലാസ, ഓപ്പോസിറ്റ് ട്രെൻഡ്സ്, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുപാടം. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത് ഭാരത് പദ്ധതി ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ PV അബ്ദുൾ വഹാബ് MP മുഖ്യപ്രഭാഷണം നടത്തി. You cannot say foundation stone, you cannot say inauguration. The progress of the Nilamboor Amrita station, which is already started. I am really grateful to all the officials and the ministers, including Prime Minister Narendra Modi ji and Vaishnav ji, for taking up our Nilambour as a Amrita station and started the work as early as possible. We got different demands we already given for improving this railway station, especially in Nilambour. As you all know, Nilambour railway station is made not for the development of this place at that point of time. Our imperialist rulers, they started. സ്റ്റേഷൻ വികസന പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുന്ന അമൃത് ഭാരത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നിലമ്പൂരിൽ 8.03 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. മുകളിലൂടെയുള്ള നടപ്പാത, വാഹനങ്ങളുടെ വിശാലമായ പാർക്കിംഗ് സൌകര്യങ്ങൾ, ബുക്കിംഗ് ഓഫീസ്, എയർ കണ്ടീഷനും അല്ലാത്തതുമായ യാത്രക്കാർക്കുള്ള വെയിറ്റിംഗ് ഹാള്, മുൻഭാഗത്തുള്ള മുഖ്യ കവാടത്തിന്റെ രൂപമാറ്റം, പ്ലാറ്റ്ഫോം വികസനം, ഭിന്നശേഷിക്കാർക്കുള്ള സൌകര്യങ്ങൾ തുടങ്ങിയവയാണ് നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വികസനം നിലമ്പൂർ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന്റെ തെളിവാണ് നിലമ്പൂർ സ്റ്റേഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെന്ന്. നിലവിൽ നിലമ്പൂർ ഷൊർണൂർ പാതയിലെ 80 കിലോമീറ്റർ വേഗത എന്നത് 110 കിലോമീറ്റർ ആക്കുകയെന്നതാണ് ലക്ഷ്യം. അതേസമയം നിലമ്പൂർ റോഡ് ഒരിക്കലും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറരുതെന്നും അബ്ദുൾ വഹാബ് MP ആവശ്യപ്പെട്ടു. സാങ്കേതിക വിദ്യ വളർന്നതോടെ ഉദ്യോഗസ്ഥരുടെ വേഗതയും ആനുപാതികമായി മാറിയതായും MP പറഞ്ഞു. പാലക്കാട് ഡിവിഷൻ സീനിയർ കൊമേഴ്ഷ്യൽ വിഭാഗം മാനേജർ അരുൺ തോമസ് അധ്യക്ഷത വഹിച്ചു. അമൃത് സ്റ്റേഷൻ പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അബ്ദുൾ വഹാബ് MP നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Real fruit power, real juices from Dabur.